ഒരു സ്ത്രീ ഒരിക്കൽ നിങ്ങളോട് വളരെ ആകർഷണം തോന്നിയിരുന്നെങ്കിലും പതിയെ താൽപ്പര്യം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ 5 തെറ്റുകളിലേതെങ്കിലും ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും ഭയാനകമായ കാര്യം എന്തെന്നാൽ പല പുരുഷന്മാരും തങ്ങൾ ഈ തെറ്റുകൾ ചെയ്യുന്നത് പോലും അറിയുന്നില്ല എന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അത് പരിശോധിക്കാം. തുടങ്ങാം. വളരെ ലഭ്യനാകുക. പല പുരുഷന്മാരും ഒരു പെൺകുട്ടിയെ ലഭിച്ചതുമുതൽ മാറിപ്പോകുന്നു. അവൾ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് നീ ഒരു ലക്ഷ്യബോധത്തോടെ നീങ്ങുന്നവനായിരുന്നു. നീ ഉണരുമ്പോൾ ഫോക്കസ് ഉണ്ടായിരുന്നു. നിന്റെ ഷെഡ്യൂൾ പ്രധാനമായിരുന്നു. നിന്റെ സമയം പ്രധാനമായിരുന്നു. നിന്റെ ശ്രദ്ധ നിന്നെ തന്നെ മെച്ചപ്പെടുത്തുന്നതിലും ശരീരം മെച്ചപ്പെടുത്തുന്നതിലും ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിലും ഡിസിപ്ലിൻ ഉണ്ടാക്കുന്നതിലും ആയിരുന്നു. പക്ഷേ അവൾ നിനക്ക് സ്നേഹവും ശ്രദ്ധയും തന്നതുമുതൽ പലരും ആ ആകർഷണത്തിന് കാരണമായിരുന്ന ശീലങ്ങൾ പതിയെ ഉപേക്ഷിക്കുന്നു. അത് അവർക്ക് പോലും അറിയാതെ സംഭവിക്കുന്നു. കാരണം സുഖം അവരെ അന്ധരാക്കുന്നു. അവൾ കൂടുതൽ മെസ്സേജ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നീ ഓരോ 5 മിനിറ്റിലും ഫോൺ നോക്കുന്നു. അവൾ നിന്നെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ നിന്റെ മുഴുവൻ ആഴ്ചയും അവളുടെ ലഭ്യതയ്ക്ക് അനുസരിച്ച് മാറുന്നു. ജിമ്മിലെ വ്യായാമം അനിയമിതമാകുന്നു. നിന്റെ പ്ലാനുകൾ അപ്രത്യക്ഷമാകുന്നു. നിന്റെ ഫോക്കസ് ദുർബലമാകുന്നു. നിന്റെ ജീവിതം നയിക്കുന്നതിന് പകരം നീ അവളുടെ ജീവിതത്തിന് ചുറ്റും കറങ്ങാൻ തുടങ്ങുന്നു. നീ ഇത് സ്നേഹമാണെന്ന് കരുതുന്നു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഇത് ആശ്രിതത്വമാണ്. ആദ്യം അവൾ ഇത് ആസ്വദിക്കുന്നു. കാരണം ശ്രദ്ധ ലഭിക്കുന്നത് ആകർഷകമാണ്. പക്ഷേ പിന്നീട് അവൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു: നിന്റെ ജീവിതം അവളില്ലാതെ ശക്തമായി തോന്നുന്നില്ല. നിന്റെ മൂഡ് അവളുടെ മറുപടിയെ ആശ്രയിച്ചിരിക്കുന്നു. നിന്റെ ഊർജ്ജം അവളുടെ വാലിഡേഷനെ ആശ്രയിച്ചിരിക്കുന്നു. നിന്റെ സന്തോഷം അവളുടെ സാന്നിധ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ അവളുടെ ആകർഷണം പതിയെ ഇല്ലാതാകുന്നു. കാരണം സ്ത്രീകൾ അത്തരം പുരുഷന്മാരിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത്, അവർ വരുന്നതിനു മുമ്പേ തന്നെ അവരുടെ ജീവിതത്തിന് ദിശയുള്ളവരിലേക്ക്. നീ കൂടുതൽ ലഭ്യനാകുന്നത് വിശ്വസ്ത തെളിയിക്കുന്നുവെന്ന് നീ കരുതുന്നു. നിന്റെ റൂട്ടീനുകൾ ഉപേക്ഷിക്കുന്നത് സ്നേഹം തെളിയിക്കുന്നുവെന്ന് കരുതുന്നു. പക്ഷേ അത് നിന്റെ സമയത്തിന് മൂല്യമില്ലെന്ന് തെളിയിക്കുന്നു. നിനക്ക് സ്വന്തം സമയത്തിന് മൂല്യമില്ലെങ്കിൽ മറ്റാരും അത് മൂല്യമാക്കില്ല. അവൾ നിന്റെ പൂർണ്ണ ശ്രദ്ധ ഏത് നിമിഷവും ലഭിക്കുമെന്ന് മനസ്സിലായാൽ നിന്റെ സാന്നിധ്യം അതിന്റെ വൈകാരിക മൂല്യം നഷ്ടപ്പെടുത്തുന്നു. അവളെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കുന്നത്. ബന്ധത്തിന്റെ തുടക്കത്തിൽ അവൾ നിന്നെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. നിന്നോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ സംസാരിക്കുന്നു, സംഭാഷണത്തിൽ ഊർജ്ജം ചെലവഴിക്കുന്നു, നിന്നെ കാണാൻ പോകുമ്പോൾ ലുക്ക് ശ്രദ്ധിക്കുന്നു. നിന്റെ ശ്രദ്ധയും അംഗീകാരവും അവൾക്ക് വിലപ്പെട്ടതായിരുന്നു. ആ സമയത്ത് നീയും ശക്തനായിരുന്നു. കാരണം നീ ഇപ്പോഴും സ്വന്തം ജീവിതത്തിലാണ് ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷേ കമ്മിറ്റ്മെന്റ് സംഭവിച്ചതുമുതൽ എല്ലാം മാറുന്നു. പല പുരുഷന്മാരും ബന്ധത്തിന്റെ ഡൈനാമിക്സ് പൂർണ്ണമായി മാറ്റുന്നു. പെട്ടെന്ന് അവളുടെ സന്തോഷം അവരുടെ ലോകത്തിന്റെ കേന്ദ്രമാകുന്നു. അവളുടെ മൂഡ് അന്തരീക്ഷത്തെ നിയന്ത്രിക്കുന്നു. അവളുടെ അംഗീകാരം അവരുടെ ആത്മവിശ്വാസത്തെ നിയന്ത്രിക്കുന്നു. എല്ലാ തീരുമാനങ്ങളും അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആകുന്നു, സ്വന്തം സ്റ്റാൻഡേർഡുകൾ പോലും ഉപേക്ഷിച്ച്. ഇതാണ് ഒരു പുരുഷൻ ബന്ധത്തിൽ തന്റെ ശക്തി പതിയെ നഷ്ടപ്പെടുത്തുന്നത്. അവൻ സ്വന്തം ദിശയുള്ള ഒരു വ്യക്തിയായിരിക്കുന്നതിന് പകരം അവളുടെ വൈകാരിക സമാധാനം നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു ജീവനക്കാരനെപ്പോലെ ആകുന്നു. സ്ത്രീകൾ ഇത് വേഗം മനസ്സിലാക്കുന്നു. അവന്റെ മുഴുവൻ വൈകാരിക സന്തുലനവും അവൾ സന്തോഷത്തോടെ ഇരിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലായാൽ അവൾ അവനെ ശക്തനായി കാണുന്നത് നിർത്തുന്നു. ആകർഷണം അത്തരം ബന്ധങ്ങളിൽ നിലനിൽക്കില്ല, കാരണം ഒരു പുരുഷൻ തന്റെ അംഗീകാരത്തിന് വേണ്ടി സ്വയം താഴ്ത്തുന്നത് അവൾ കാണുമ്പോൾ ആകർഷണം നഷ്ടപ്പെടുന്നു. അവൾക്ക് വിഷമമുണ്ടാകുമോ എന്ന ഭയം, അഭിപ്രായവ്യത്യാസം ഉണ്ടാകുമോ എന്ന ഭയം, ഉറച്ചു നിൽക്കാനുള്ള ഭയം, ഇവയെല്ലാം അവളെ ബോർഡർ ടെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. നീ ക്ഷമിക്കുന്നത് നീ തെറ്റ് ചെയ്യാത്ത കാര്യങ്ങൾക്ക് പോലും. നീ അനാദരവ് സഹിക്കുന്നു. നിന്റെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ നീ അമിതമായി വിശദീകരിക്കുന്നു. ഇത് നിന്റെ സെൽഫ് റെസ്പെക്റ്റിനെ ക്ഷയിപ്പിക്കുന്നു. പതിയെ അവൾ നിന്നോടുള്ള ബഹുമാനം നഷ്ടപ്പെടുത്തുന്നു. നിനക്ക് മറ്റൊരാളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന സത്യം സ്വീകരിക്കുമ്പോൾ നീ റിയാക്ട് ചെയ്യുന്നത് നിർത്തി ആക്ഷനുകൾ നിരീക്ഷിക്കാൻ തുടങ്ങും. നീ ഹാർമണി നിലനിർത്താൻ ശ്രമിക്കുന്നത് നിർത്തി സത്യം, ഡിസിപ്ലിൻ, സ്റ്റാൻഡേർഡുകൾ എന്നിവയ്ക്ക് മുൻഗണന കൊടുക്കും. യഥാർത്ഥ ശക്തി ഉറച്ചു നിൽക്കാനുള്ള കഴിവാണ്, വൈകാരികമായി നിന്നെ വലിച്ചിഴക്കാൻ ശ്രമിക്കുമ്പോൾ പോലും. വളരെ കൂടുതൽ വെളിപ്പെടുത്തുന്നത്. മിസ്റ്ററി വളരെ പ്രധാനമാണ്. ബന്ധത്തിന്റെ തുടക്കത്തിൽ അവൾ നിന്നെ ശ്രദ്ധയോടെ പഠിക്കുന്നു. നിന്റെ ചിന്തകൾ എന്താണെന്ന് അവൾ ആശ്ചര്യപ്പെടുന്നു. നിന്റെ റിയാക്ഷനുകൾ ശ്രദ്ധിക്കുന്നു. നിന്റെ മനസ്സ്, റൂട്ടീനുകൾ, പ്രയോറിറ്റികൾ
ഇവയെല്ലാം അവൾക്ക് അറിയാത്തതായിരുന്നു. ഈ അനിശ്ചിതത്വം അവളെ വൈകാരികമായി ഏർപ്പെടുത്തുന്നു. പക്ഷേ പല പുരുഷന്മാരും സുഖം തോന്നിയതുമുതൽ എല്ലാം വെളിപ്പെടുത്താൻ തുടങ്ങുന്നു. ഓരോ ചിന്തയും, ഓരോ ഇൻസെക്യൂരിറ്റിയും, ഭയവും ദുർബലതയും വിശദീകരിക്കുന്നു. ഇത് ആഴമുള്ള ബന്ധം ഉണ്ടാക്കുമെന്ന് അവർ കരുതുന്നു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഇത് അവളിലുണ്ടായിരുന്ന ജിജ്ഞാസയും ഇമോഷണൽ ടെൻഷനും നഷ്ടപ്പെടുത്തുന്നു. വൾനറബിലിറ്റി എന്നത് ഇമോഷണൽ ഡംപിംഗ് അല്ല, അത് ഡിസിപ്ലിനോട് കൂടിയ നിയന്ത്രിതമായ സത്യസന്ധതയാണ്. പലരും സ്ത്രീകളെ ഇമോഷണൽ തെറാപ്പിസ്റ്റുകളാക്കുന്നു. അപ്പോൾ അവൾ അവനിൽ ശക്തി കാണുന്നത് നിർത്തുന്നു. അവൻ റിയാഷുറൻസ് തിരയുന്ന ഒരാളായി മാറുന്നു. നീ വാദത്തിനിടയിൽ അമിതമായി സംസാരിക്കുന്നു, വളരെ വേഗം വളരെ കൂടുതൽ വെളിപ്പെടുത്തുന്നു, നിരന്തരം വാലിഡേഷൻ തിരയുന്നു. ഇത് ബന്ധത്തെ ഭാരമുള്ളതാക്കുന്നു. ഞാൻ നിന്നോട് പറയുന്നത്, പ്രതികരിക്കുന്നതിനു മുമ്പ് പോസ്റ്റ് ചെയ്യുക, നിന്റെ വികാരങ്ങളെ നിരീക്ഷിക്കുക, എല്ലാ ചിന്തയും പറയേണ്ടതില്ല എന്നാണ്. നിന്റെ മനസ്സിന്റെ ചില ഭാഗങ്ങൾ സ്വന്തമായി സൂക്ഷിക്കുക. ഇത് ഗെയിമല്ല, സ്വയമര്യാദയുടെ ഭാഗമാണ്. നിന്റെ സ്റ്റാൻഡേർഡുകൾ നഷ്ടപ്പെടുത്തുന്നത്. ഇതാണ് പല ബന്ധങ്ങളും തകരാൻ തുടങ്ങുന്നത്. തുടക്കത്തിൽ നിനക്ക് വ്യക്തമായ ബോർഡറുകളുണ്ട്, തത്വങ്ങളുണ്ട്, ആളുകൾ നിന്നോട് എങ്ങനെ പെരുമാറണമെന്ന് നിനക്ക് വ്യക്തമായ സ്റ്റാൻഡേർഡുകളുണ്ട്. അതുകൊണ്ട് അവൾ നിന്നെ ബഹുമാനിക്കുന്നു. നിന്നിൽ ഡിസിപ്ലിനും സ്വയമര്യാദയും കാണുന്നു. പക്ഷേ ആസക്തി വളരുമ്പോൾ പല പുരുഷന്മാരും ഭയപ്പെട്ട് ഒന്നൊന്നായി ഈ സ്റ്റാൻഡേർഡുകൾ ഉപേക്ഷിക്കാൻ തുടങ്ങുന്നു. അവൻ സാധാരണയായി ഒരിക്കലും സഹിക്കാത്ത അനാദരവ് സഹിക്കുന്നു. തന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ അവഗണിക്കുന്നു. തന്റെ മൂല്യങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ മൗനം പാലിക്കുന്നു. ഓരോ തവണയും അസ്വസ്ഥത ഒഴിവാക്കാൻ നീ മൗനം പാലിക്കുമ്പോൾ നിന്റെ ഉള്ളിലെ ഒരു ഭാഗം നഷ്ടപ്പെടുന്നു. സ്വയമര്യാദ ക്ഷയിക്കുന്നു. പലരും ഇത് അനുഭവിക്കുന്നു. അന്യായമായ വാദങ്ങളിൽ മൗനം പാലിക്കുന്നു. ഡബിൾ സ്റ്റാൻഡേർഡ് സഹിക്കുന്നു. ബോർഡറുകൾ ലംഘിക്കപ്പെടുന്നത് കണ്ടും എല്ലാം ശരിയാണെന്ന് നടിക്കുന്നു. ഉള്ളിൽ നീ ക്ഷീണിക്കുന്നു. സ്ത്രീകൾ സ്വയം താഴ്ത്തുന്ന പുരുഷന്മാരോട് ബഹുമാനം നഷ്ടപ്പെടുത്തുന്നു. കാരണം ദുർബലത ആവർത്തിച്ചു കാണിക്കുമ്പോൾ ആകർഷണം മാറുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അസ്വസ്ഥ ജീവിതത്തിന്റെ ഭാഗമാണ്, ടെൻഷൻ ജീവിതത്തിന്റെ ഭാഗമാണ്, അഭിപ്രായ വ്യത്യാസം ജീവിതത്തിന്റെ ഭാഗമാണ്. എല്ലാ അസ്വസ്ഥതയും ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് നിന്റെ ക്യാരക്ടറിനെ ദുർബലമാക്കുന്നു. നിന്റെ ബോർഡറുകൾ എന്നത് സ്ത്രീകളെ നിയന്ത്രിക്കാൻ വേണ്ടിയല്ല, നിന്റെ ജീവിതം, സമാധാനം, സമയം, ഊർജ്ജം എന്നിവയിലേക്കുള്ള ആക്സസ് നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. വളരെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. ശ്രദ്ധയ്ക്ക് മൂല്യമുണ്ടാകുന്നത് അത് സമ്പാദിക്കപ്പെട്ടതായി തോന്നുമ്പോഴാണ്. ബന്ധത്തിന്റെ തുടക്കത്തിൽ നിന്റെ ശ്രദ്ധയ്ക്ക് വൈകാരിക ഭാരമുണ്ട്. കാരണം അത് നിരന്തരമല്ല. അവൾ നിന്റെ കോംപ്ലിമെന്റുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു, നിന്റെ സമയം കൂടുതൽ വിലമതിക്കുന്നു. പക്ഷേ ആസക്തി വളർന്നതുമുതൽ പലരും നോൺ സ്റ്റോപ്പ് ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങുന്നു. കൂടുതൽ ശ്രമം, കൂടുതൽ ആകർഷണം എന്ന് തെറ്റായി വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും ആദ്യം മെസ്സേജ് ചെയ്യുന്നു, എല്ലാ പ്ലാനും നീയാണ് ക്രമീകരിക്കുന്നത്, നിരന്തരം റിയാഷുറൻസ് കൊടുക്കുന്നു, കോംപ്ലിമെന്റുകൾ ആവർത്തിക്കുന്നു. പതിയെ ബന്ധം ഒരു വശത്തു നിന്ന് മാത്രമാകുന്നു. അവൾക്ക് നിന്റെ ശ്രദ്ധ സമ്പാദിക്കാൻ യാതൊരു ശ്രമവും വേണ്ടിവരുന്നില്ല. അപ്പോൾ അത് അവൾക്ക് സാധാരണമാകുന്നു. ആകർഷണം കുറയുന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധയെ ഉദ്ദേശ്യപൂർവ്വം ഉപയോഗിക്കാനാണ്, ഇമോഷണൽ ഇമ്പൾസിൽ നിന്നല്ല. നിന്റെ ശ്രദ്ധ ഏറ്റവും വിലപ്പെട്ട കറൻസിയാണ്. അത് ആരിലേക്ക് നൽകുന്നുവോ അതനുസരിച്ച് നിന്റെ ജീവിതം രൂപപ്പെടുന്നു. എല്ലാം മാറുന്നത് ഒരു പുരുഷൻ വാലിഡേഷൻ യാചിക്കുന്നത് നിർത്തി ഡിസിപ്ലിൻ, സ്വയമര്യാദ, വൈകാരിക നിയന്ത്രണം, ലക്ഷ്യം എന്നിവ വീണ്ടും കെട്ടിപ്പടുക്കുമ്പോഴാണ്. കമന്റിൽ എഴുതൂ, നീ ജീവിതത്തിന്റെ കൺട്രോൾ തിരിച്ചുപിടിക്കാൻ തയ്യാറാണെന്ന്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലക്ഷക്കണക്കിന് പുരുഷന്മാർ ഇപ്പോഴും ആശയക്കുഴപ്പത്തിലും വൈകാരിക ദൗർബല്യത്തിലും ജീവിക്കുന്നുണ്ട്. ഈ സത്യങ്ങൾ അവരെ ഉണർത്തട്ടെ. നീ ശക്തനാണ്. നീ മൂല്യമുള്ളവനാണ്. നിന്റെ ജീവിതം നീയാണ് നയിക്കേണ്ടത്. മുന്നോട്ട് പോകൂ. ഞങ്ങൾ കൂടെയുണ്ട്.